Okay, so we were studying about the conservation of water. First one, rainwater harvesting. No, first one in dams, storing water in dams and all. And the next one is rainwater harvesting. That we said that making tanks and collecting the water from the roof directly to that. So we can use that water for the further uses when there is no water and all. Okay. Next, another one is in recharge pit. Pit means നമ്മൾ പറഞ്ഞ പോലെ മഴവെള്ള കുഴി, മഴവെള്ളം സംഭരിച്ചു വെച്ച കുഴി നമ്മുടെ പറമ്പിലൊക്കെ തന്നെ കുഴികൾ കുഴിക്കുന്നു. നമ്മുടെ വീടിന്റെ നമുക്ക് എത്ര സ്ഥലമുണ്ടോ അതിലൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറെ കുഴികളൊക്കെ, അതായത് ഇപ്പൊ നമ്മൾക്ക് സപ്പോസ് നമ്മുടെ തെങ്ങും തോട്ടമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റബ്ബർ തോട്ടമാണെന്ന് വിചാരിക്കുക. ഓരോ റബ്ബറിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഓരോ തെങ്ങിന്റെ ഇടയ്ക്ക് കുഴികൾ കുഴിച്ചിട്ട് ഒരു അതിനെത്ര ഇതൊക്കെ പറയുന്നുണ്ട്, അളവൊക്കെ പറയുന്നുണ്ട്. വലിയ ഡീപ്പായിട്ടുള്ള പിറ്റല്ല, പക്ഷെ സംവാട്ട് എത്രയോ ഒരു ഇത്ര അടി താഴ്ച എന്നൊക്കെ പറഞ്ഞ ഒരടി താഴ്ച, ഒരു 2 അടി വീതിയോ അങ്ങനെയൊക്കെ എന്തോ കണക്കൊക്കെ പറയുന്നേക്കാം. ഓക്കെ, അങ്ങനെ കുഴികൾ കുഴിച്ചു വെക്കുന്നു. മഴ പെയ്യുമ്പോൾ മഴവെള്ളം അതിലേക്ക് വീട് സ്റ്റോർ ചെയ്ത് കിടക്കുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഒഴുകി വരുന്ന വെള്ളവും അതിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ കുന്നം പ്രദേശമൊക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഹില്ലി റീജിയന് water will flow down, isn't it? Okay, then it will come and fall in that pit. Then slowly it will go down into the soil, and it will help to increase the water level or water table and the groundwater table. അതായത് നമ്മുടെ ഗ്രൗണ്ടിലുള്ള വെള്ളത്തിന്റെ ടേബിള് ലെവൽ കുറച്ചുകൂടെ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. ഇനി വേറൊരു മെത്തേഡ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പൊ നമ്മൾ കാണുന്നതാണ് പിന്നെ ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ റിവറിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. നദികളിലൊക്കെ ഇങ്ങനെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചെറിയൊരു ഡാമിന്റെ പോലെ തന്നെ, ഡാം പോലെ തന്നെ അതിന്റെ വേറൊന്നാണ് പാലം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഷട്ടർ വെച്ച് ഷട്ടർ വെക്കുന്ന അടയ്ക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ റിവറിലൊക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ട്? ഞാൻ നോക്കട്ടെ, വീഡിയോ വല്ല ഷെയർ ചെയ്യാൻ പറ്റുന്നത്. എന്റെ വീടിനടുത്ത് ഒരു പുഴയുണ്ട്, പയ്യാവൂര്. എന്തോ മനസ്സിലായില്ല പറഞ്ഞേ? ചെക്ക് ഡാം. ഓക്കെ, റെഗുലേറ്റർ കം ബ്രിഡ്ജിനപ്പുറം ചെക്ക് ഡാം. അതായത് ഷട്ടർ വെക്കും, ഷട്ടർ ഉണ്ടാകും. അതായത് മഴക്കാലത്ത് ഓപ്പൺ ആയിരിക്കും കൂടുതലും. മീൻസ് കംപ്ലീറ്റ്ലി അത് ഷട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാല് മൊത്തം വെള്ളമാകും അല്ലെ. അപ്പൊ കുറെ മഴ തീരാറാകുന്ന സമയത്ത്, നമ്മുടെ ഇപ്പൊ കേരളത്തിലത്തെ കാര്യം പറയുന്നത്, മഴ തീരാറാകുന്ന സമയത്ത് പിന്നെ ഷട്ടറൊക്കെ താത്തി വെക്കും. അപ്പൊ വെള്ളം ഇങ്ങനെ അതിൽ സ്റ്റോർ ചെയ്ത് കിടക്കും. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഏകദേശം ഒരു ചെറിയ ഡാമിന്റെ ഇതായിരിക്കും, ആ പരിസരത്തെല്ലാം വെള്ളം ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി ആ നിയർ ബൈ പ്ലേസിലുള്ള കിണറ്റിലും, അതായത് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഈസ് ഇൻക്രീസ്ഡ്. സോ അവരുടെ ഉള്ള ആ ഭാഗത്തുള്ള കിണറുകളിലും കുളത്തിലും എല്ലാം ഇഷ്ടംപോലെ വെള്ളമായിരിക്കും. പിന്നെ അടുത്ത മഴക്കാലാവുമ്പോൾ വെള്ളം നന്നായിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഷട്ടർ തുറന്നു വെക്കും. അപ്പം വെള്ളം പോകും. പിന്നെ മഴ തീരാറാവുന്ന സമയമാകുമ്പോൾ ഷട്ടർ അടച്ചു വെച്ചിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനം കാണാറുണ്ട്. ഓക്കെ, ഇതാണ് ചെക്ക് ഡാംസ്. അതായത് ഇങ്ങനെ വെള്ളം നമ്മളെന്താ പറയണ്ടേ, ഡാമിനെ പോലെ തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഒരുപാടില്ല എങ്കിൽ പോലും ആ ഏരിയയിലെല്ലാം വെള്ളം കിട്ടും. സമ്മർ സീസണില് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരത്തില്ലാത്ത രീതിയിൽ പാലത്തിന്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ചെക്ക് ഡാംസ് അല്ലെങ്കിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്. Next, by rainwater harvesting, which consists of storing rainwater for later use, the amount of water seeping into the ground has reduced because cutting down trees and by constructing roads and buildings. So earlier നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, പണ്ടൊക്കെ വെള്ളം കുറെ ഇങ്ങോട്ട് ഒരുപാട് ഫോറസ്റ്റ് പോലെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ വെള്ളം ഭൂമിയിലേക്ക് വീഴുമായിരുന്നു. പക്ഷെ now the water that goes seeping into the ground is reduced, less. It is very less because we have constructed so much of roads.
റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്, റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഒരുപാട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാല് ഈ വെള്ളം ഭൂമിയിലേക്ക് താഴുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറഞ്ഞു. നമുക്കറിയാം റോഡ് ഉണ്ടാക്കുമ്പോൾ താറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ആ താറിന്റെ അടിയിൽ കൂടെ താഴോട്ട് പോകുമോ? ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് റോഡ്സുകള് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കുറെ കഴിയുമ്പോഴത്തേനും വെള്ളം ഭൂമിയിലേക്ക് താഴാതെയായി. പിന്നെ വേറൊരു ഇതാണ്, നമ്മുടെയൊക്കെ വീടുകളുടെ ഫ്രണ്ടിൽ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇന്റർലോക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്, ചെളിയും മണ്ണും ഒന്നും പറ്റാതെ. എത്ര പേരുടെ വീടുകളിൽ ഇന്റർലോക്ക് വെച്ച് മുറ്റമൊക്കെ നല്ല വൃത്തിക്കാക്കി വെച്ചിട്ടുണ്ട്? ഹലിമയുടെ വീട്ടിൽ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ജോയൽ, വാട്ട് അബൌട്ട് യു മൈ ഡിയർ? ഇല്ല. പിന്നെ ജീവ ജോർജ്? ജീവ ഇവിടെ ആണ് സ്ഥലത്തില്ലെന്ന് തോന്നുന്നു, ഇവിടെ ഒന്നും കാണുന്നില്ല. ജുവാന, വാട്ട് അബൌട്ട് യുവർ ഹൗസ്? ഇല്ലേ, പോയോ ജുവാന? ആ ചോദിക്കോ? ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ടോ വീടിന്റെ മുറ്റത്തുനിന്ന്? ഇല്ല. എന്നെ കാണിക്കണം ഇച്ചിരി കഴിയുമ്പളെ. വാട്ട് അബൌട്ട് യു ഷാനിഫ? ആ, ഷാനിഫിന്റെ വീട്ടിലല്ല ഇന്റർലോക്ക് ഇട്ടേക്കുന്നത്, ഇനി പറയാനൊന്നുമില്ല, എനിക്കറിയാം. അല്ല ഷാനിഫെ? ഓക്കെ. ശ്രീവിഷ്ണു, വാട്ട് അബൌട്ട് യു? ഇന്റർലോക്ക്. ജസ്റ്റസ്? ഇല്ല. മിടുക്കനാണ്. ജീവ വന്നാ? വീടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടില്ലേ? ഇല്ലേ? ഇന്റർലോക്ക് എന്താണെന്ന് അറിയില്ലേ? ഇല്ല. എന്ത് ആക്കിയിട്ടില്ലെന്ന്? എന്തോന്നാന്ന് ക്ലിയർ ആയിട്ട് പറ. ആക്കിയിട്ടുണ്ടോ ഇല്ലേ? നിനക്ക് ഉറപ്പുണ്ടോ? എന്തോ? ഇന്റർലോക്ക് ഇട്ടിട്ടില്ല. ഉറപ്പല്ലേ? ജീവയുടെയോ? ഇല്ല. എന്തോ ഇട്ടിട്ടില്ല. പിന്നെ എന്താ ഇട്ടേക്കുന്ന മുറ്റത്ത്? ചിപ്സ് ഇട്ടേക്കോണാ? ഓക്കെ. ജസ്റ്റിസിന്റെ വീട്ടിലില്ലെന്നല്ല പറഞ്ഞ. ആദ്രയുടെ വീട്ടിലുണ്ടോ മോളെ? ഇല്ല. അപ്പൊ കുറച്ച് പേരുടെ വീട്ടിലുണ്ട്. എന്തോ ചിപ്സ്? ഓക്കെ. ചിപ്സ് ആകുമ്പോ കുഴപ്പമില്ല. പക്ഷെ ചിപ്സ് ഇടുമ്പോഴും പലരും ഒരു പണി ചെയ്യാറുണ്ട്. എന്താണെന്നറിയാമോ? ചിപ്സ് ഇടുമ്പോ എന്തിനാ നമ്മൾ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് ഇടുന്നതെന്നറിയാമോ? പത്തിങ്ങ നമ്മുടെ മുറ്റം ഒന്ന് വൃത്തിയായിട്ട് കിടക്കും. മറ്റിങ്ങനെ ചെളിയൊക്കെ പിടിച്ച കല്ലും മണ്ണും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോൾ തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ചെളിയല്ലേ, മണ്ണല്ലേ, സോയിലല്ലേ. സോ പിന്നെ ഈ ചെളിയൊക്കെ ചവിട്ടി തിണ്ണയിലോട്ട് കയറ്റും അല്ലെ? അമ്മ വടി എടുത്തിട്ട് പുറകെ ഓടിയും വരും. ഇപ്പൊ തുടച്ചിട്ടതുള്ള ആരെ ചെളി ചവിട്ടി കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ചിപ്സ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെളിയൊന്നും ഇല്ല, മുറ്റത്തൊന്നും അങ്ങനെ ചെളിയൊന്നും വരത്തില്ല. പ്രത്യേകിച്ച് ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ദ്രോഹം എന്താണ്? ഇറ്റ് will not allow the water, even a single drop of water to seep into the ground. ഇന്റർലോക്ക് ഇടുമ്പോ കുറച്ച് ഗ്യാപ്പ് ഇട്ട് പക്ഷെ ആരും ആ പണി ചെയ്യൂല. കാരണം ആ ഗ്യാപ്പിലൂടെ ചെടികളൊക്കെ മുളച്ചു വരും. മണ്ണല്ലേ, ചെടികളൊക്കെ മുളച്ചു വരുന്നതുകൊണ്ട് ആരും ആ പണിക്ക് നിക്കല. പിന്നെ ആ പുല്ല് പറിക്കാൻ നിക്കണ്ടേ? ലേസി പീപ്പിൾ അല്ലേ നമ്മളൊക്കെ. സോ വാട്ട് they will do? They will not leave any gap at all. So water will not seep into the ground. നമ്മൾ ചെയ്യുന്ന പിന്നെ ഈ പറയുന്ന ചിപ്സിന്റെ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ. അവിടെ ആരൊക്കെയായിരുന്നു? ജസ്റ്റിസ്, ഹെവന്, പിന്നെ ആരായിരുന്നു പറഞ്ഞു? ഒരാളൂടെ ചിപ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ ചിപ്സ് ഇടുന്ന സമയത്ത് എന്താ ചെയ്യുന്നറിയാമോ? അടിയിൽ ഒരു പ്ലാസ്റ്റിക് നിരത്തും. പ്ലാസ്റ്റിക് ഷീറ്റ് ഇല്ലേ? പോയിട്ട് ചിപ്സ് നോക്കിക്കാൻ മിക്കവാറും 90% ആൾക്കാർ ചെയ്യുന്ന പണി എന്താണെന്നറിയാമോ? ഈ ചിപ്സിന്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിടും. എന്നിട്ട് അതിന്റെ ചിപ്സ് ഇടും. എന്തോ ഇല്ല? ഉറപ്പല്ലേ? എന്തിനാ ഈ പ്ലാസ്റ്റിക് വിരിച്ചിടുന്നറിയാമോ? എന്താ ജസ്റ്റ് പറ, ക്ലിയർ ആയിട്ട് പറ. ചെടി മുളയ്ക്കാതിരിക്കാൻ. കറക്റ്റ്. കാരണം മണ്ണുമായിട്ട് പിന്നെ കോണ്ടാക്ട് വരികയല്ല. പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മണ്ണിലേക്ക് പോകത്തില്ല, മണ്ണുമായിട്ട് പിന്നെ ഒരു കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ചെടികളൊന്നും മുളച്ചു വരത്തില്ല. അപ്പൊ നമുക്കറിയാം മഴക്കാലത്ത് എന്തായാലും മഴവെള്ളം ഒഴുകി വരുന്ന സമയത്ത് സീഡ്സ് ഓഫ് മെനി പ്ലാന്റ്സ് will come there and may shoot out.
ഒക്കെ ചെറിയ ന്യൂ പ്ലാന്റ്സ് എല്ലാം വരാൻ സാധ്യതയുണ്ട്, വെള്ളമൊക്കെ മുളച്ചു വരും അല്ലെ. പിന്നെ ഇതൊക്കെ പറിച്ചു കളയുന്ന ഒരു പണിയാണ്. പക്ഷെ ഈ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതാ കുറെ ചെടികളൊക്കെ മുളച്ചിട്ടുണ്ട് ജുബാനിക്ക്. ഓക്കെ, പിന്നെ ഈ ചിപ്സ് ഇട്ട് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിന്റെ റൂട്ട്സ് കനോട്ട് ഗോ സോ ഡീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട് ബിക്കോസ് പ്ലാസ്റ്റിക് ഈസ് ദർ ഡൗൺ. അപ്പൊ നമുക്ക് വേഗം വേഗം പറിച്ചെടുക്കാൻ പറ്റും. ഇനി അഥവാ ചെടികളൊക്കെ ഈ മഴവെള്ളത്തില് വിത്തുകൾ ഒലിച്ചു വന്നിട്ട് പിന്നെ ചെടികളൊക്കെ മുളച്ചെന്നാൽ തന്നെ വളരെ ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഇടും. പ്ലാസ്റ്റിക് ഇട്ടാൽ പിന്നെ വെള്ളവും പോകില്ല. അഥവാ ഒഴുകി വരുന്നത് മുളച്ചാൽ അതിന്റെ റൂട്ടോ താഴോട്ട് വളരത്തില്ല അധികം, പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ജുബാനയുടെ സംവാട്ടം ഒക്കെയാണ്, കുഴപ്പമില്ല. ഇനി അത് പക്ഷെ അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഉണ്ടോന്ന് അറിയത്തില്ല. എനിവേ സാധാരണ ഇപ്പൊ ചെയ്യുന്ന, കാരണം ഈ ചിപ്സ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ കുറെ കഴിയുമ്പോ എന്തായാലും മണ്ണുമായിട്ടൊരു ഇതുണ്ടാകും. മണ്ണൊക്കെ മേലിലേക്ക് ചെളി ഇതൊക്കെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, റോഡ്സ് ഉണ്ടാക്കിയിട്ട് അല്ലെ ബിൽഡിങ്സ് ഉണ്ടാക്കിയിട്ട്, ഇതുപോലെ ഇനി ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുറ്റത്തൊക്കെ ആണെങ്കിലും ഈ ഇന്റർലോക്സും ഒക്കെ ഇട്ടിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആക്കി വെക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ്, റെയിൻ വാട്ടർ വിൽ നോട്ട് go deep into the ground. So what happens that the groundwater level will not increase. These have reduced the area over which water can seep into the soil. The rainwater that falls on such structures flows off into drains which empty them into rivers or lakes. Rainwater harvesting can be done in the following two ways. സോ ഈ പറയുന്ന പോലെ വെള്ളം അങ്ങനെ വരുമ്പോ പിന്നെ വെള്ളം ഒഴുകി ഒഴുകി പോകും, നേരെ റിവറിലേക്ക് പോകും. നമുക്ക് യൂസ്ഫുൾ ആകത്തില്ല അല്ലെ. ഇപ്പൊ നേരെ ഈ പറഞ്ഞ പോലെ നമ്മള് മഴവെള്ള സംഭരണിയോ അല്ലെങ്കിൽ മഴക്കുഴിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ വെള്ളം നമുക്ക് ശേഖരിച്ചു വെക്കാൻ പറ്റും. Rooftop rainwater harvesting. The water falling on the roof of a building is allowed to flow either into a storage tank and used for activities such as watering plants. Alternatively, it is allowed to flow into the deep pit in the ground so that it adds to the groundwater. നമ്മൾ പറഞ്ഞ പോലെ രണ്ട് മെത്തേഡാണ്. ഒന്ന് മഴവെള്ള സംഭരണി ടാങ്കിലേക്ക് ശേഖരിച്ച് ആ വെള്ളം നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. സെക്കൻഡ് വൺ മേക്കിംഗ് പിറ്റ് ഇൻ അവർ ലാൻഡ്സ് and storing the rainwater there, and slowly it will seep into the ground. So the groundwater level may increase. Next one, the rainwater flowing into roadside drains is allowed to flow into deep pits so that it adds to the groundwater. ഇനി നമ്മളുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, വീടിന്റെ നമ്മുടെ റോഡിന്റെ രണ്ട് സൈഡിൽ ഓരോ കുഴി കാണും, ഈ മഴവെള്ളം ഒഴുകി പോകാൻ വേണ്ടിട്ട്. കണ്ടിട്ടില്ലേ അങ്ങനെ? ഓടാ കാനാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുഴിയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ കുറെ വെള്ളം ഗ്രൗണ്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുഴിയാകുമ്പോൾ സ്റ്റോർ ചെയ്ത് കിടന്നിട്ട് നേരെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഹെൽപ്പ്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് ആ കുഴിയും വാർത്തിടും, സൈഡ് രണ്ടില് സിമെന്റ് ഒക്കെ ഉപയോഗിച്ച് വാർത്തിടും. അപ്പൊ എന്ത് പറ്റും? വെള്ളം താഴോട്ട് പോകാതെ നേരെ ഒഴിച്ചു പോവുകയുള്ളൂ. കാരണം നമ്മളിപ്പം പോപ്പുലേഷൻ ഒക്കെ കൂടുതലായതുകൊണ്ട് കുറെ മെത്തേഡുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ളത്. പിന്നെ പഴയ കാലത്തെ പോലെയല്ല, ഇന്നിപ്പം നമുക്ക് കുറെ കൂടെ നീറ്റ്നെസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡ്രെയിന് വെള്ളം പോകുന്ന, അതായത് മഴവെള്ളം ഒഴുകി പോകുന്നത് നമ്മളിപ്പോ ഈ സൈഡിലൊക്കെ സിമെന്റ് ഒക്കെ തേച്ചിട്ടാണ്. സിമെന്റിന്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകൽ പാടാണ് അല്ലെ. ഭൂമിയിലേക്ക്, അതായത് ഗ്രൗണ്ടിലേക്ക്, മണ്ണിലേക്ക് വരാൻ പാടാം, നേരെ ഒലിച്ചു പോകത്തേ ഉള്ളൂ. Okay, so these are the methods of rainwater harvesting. First one is roof water harvesting to a tank, and the rainwater harvesting into pit in our land. Next one, the rainwater or drainage water it flows may flow through the pit, so the water may store in our ground. So ഇത്രയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. വാട്ടറിനെ കുറിച്ചാണ്. ഉള്ള വാട്ടറിൽ, അതായത് we studied 3/4 of the earth is covered with water, but in that most of the water is sea water or ocean water, salty water that are not useful for us. Only 0.01% water is useful for human beings and other living things, for drinking purposes and all other purposes. Anyway, the water from the seas and oceans will get evaporated due to the heat of sun
and then it becomes condensed, and clouds may fall down as rain. So we will get this water as rainwater. But this water is not salty and we can use it. Okay, we can store so much of water in different ways. It's a conserver. First one is we can conserve the water from the roof in the tank and can be used for our household uses. Second one, we can store the water in pits so that the ground level water may increase. Next, another one, the waste water that flows through the road, means rain water that flows through the roads can be stored in pits. Okay, so then what is flood? And flood means the overflowing of river due to the heavy rain and all. And the drought means due to the shortage of rain, we will face the scarcity of water, shortage of water. That is a drought. So, ഇത്രയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ഓക്കെ, shall we discuss the question answers? One word answers എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. Take a page number 183. All of you on your video. Video എല്ലാം ഓൺ ആക്കി വെക്ക്. വേഗം നട്ടെ, സമയമില്ല നമുക്ക് വേസ്റ്റ് ചെയ്യാൻ. First question, choose the most appropriate answer. First question is, how much of the earth's surface is covered with water? About 2/3, about 3/4, exactly 3/4, about 1/4. What's answer? 3/4 അല്ലേ മിസ്സേ? About 3/4. B is the answer. Second one is the answer. Put a tick mark for the second one. About 3/4. And exactly അല്ല, ഏകദേശം 4/3 ഭാഗം. Next, second question. Giovanna, did you put a tick mark for the first one? First one in the answer B. Okay, second question. Which of these change occur in heating water? വെള്ളം ചൂടാക്കുമ്പോൾ ഏത് ഹീറ്റ് വരുന്നത്? Water to ice, water to water vapor, water vapor to water, all of them. Water vapor. Water to water vapor. Okay, second one is the answer for second question. Next, third question. The purest form of natural water is rainwater, groundwater, surface water, sea water. Rainwater. Rainwater. Rainwater is the purest form of natural water. Okay. Groundwater loke dust undagum. കാരണം മണ്ണിലേക്ക് വന്നിട്ടല്ലേ ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്നത്, അതിലെല്ലാം ഉണ്ടാവും. സർഫേസ് വാട്ടറിലും ഗ്രൗണ്ട് വാട്ടറിലും ഒക്കെ, സീ വാട്ടറിലും മൊത്തം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ. Which of the following process in the human body needs the presence of water? Human body നടക്കുന്ന ഏത് പ്രോസസ്സിനാണ് വാട്ടർ ആവശ്യമായിട്ടുള്ളത്? Digestion, transport of nutrients, excretion, all of this. Digestion. No, all of this. ഇത് മൂന്നെണ്ണത്തിനും ആവശ്യമാണ്. Digestion ആവശ്യമാണ്, transport of nutrients ആവശ്യമാണ്, excretionനും വെള്ളം ആവശ്യമാണ്. So answer is all of this. D. Next, fifth question. Water table refers to, water table എന്ന് പറയുന്നത് എന്താണെന്ന്? Level of ground water, level of surface water, level of sea water, any of these depending on the location. എന്താ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്? ലെവൽ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ ആണ് ആൻസർ. എ. Next, rainwater harvesting means harvesting of crops during rains, using rainwater to add to underground water, storing rainwater in tanks, both B and C. എന്താ rainwater to add underground water ആണോ? അത് ഓക്കെയാണ്, ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വരും, സ്റ്റോറിംഗ് റെയിൻ വാട്ടർ ഇൻ ടാങ്ക്സ് അല്ലെ. റെയിൻ വാട്ടർ ഗ്രൗണ്ടിലേക്കും ടാങ്കിലേക്കും സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാർവെസ്റ്റിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ബോത്ത് ബി ആൻഡ് സി ഈസ് ദി ആൻസർ. ഡി.
തേർഡ് എന്തായിരുന്നു പറയും? Third one, huh? Third one's answer is here. Rainwater. Next, seventh question. Water in sea cannot be used because of problem of transporting to the land, pollution, high salt content, high nitrogen content. എന്തുകൊണ്ടാണ് sea water ഉപയോഗിക്കാൻ പറ്റാത്തത്? High salt content. Yes, high salt content. High salt content. Next, eighth question. Rainwater that does not seep into the soil and runs off on land is called water table, surface water, groundwater, glacier. സർഫേസ് അതായത് മണ്ണിന്റെ അടിയിലേക്ക് പോകാത്ത വെള്ളത്തിന് നമ്മൾ എന്താ പറയുന്നത്? സർഫേസ് വാട്ടർ. മേൽമണ്ണിൽ കിടക്കുന്ന വെള്ളം അല്ലെ, അത് ഒഴുകി അങ്ങ് പോകുള്ളൂ. ഓക്കെ, സർഫേസ് വാട്ടർ. നെക്സ്റ്റ്, നയൻത് ക്വസ്റ്റ്യൻ. Which of the following does rainwater contain? Dissolved salt, dissolved gases, sewage, pesticides. Rainwater എന്താ ഉള്ളത്? Dissolved salt ആണോ, dissolved gases ആണോ, sewage ആണോ, pesticides ആണോ? Rainwater. D is the answer. Dissolved gases. കാരണം ബാക്കിയുള്ളതൊക്കെ താഴെ വന്നാൽ മണ്ണിലേക്ക് വന്നാലേ പറ്റുള്ളൂ. ഇത് റെയിൻ വാട്ടർ മഴവെള്ളത്തിൽ മേളിൽ നിന്ന് വരുമ്പോൾ ഗ്യാസ് മാത്രമേ എത്താറുണ്ടാവൂ. Okay, very short answers. First one question: vegetable and fruits contain a lot of water. True or false? True. Answer is true. Right, true. Next, second question. About -% of the human body consists of water. How many percent? 70. 70. Next. Where does water exist in the gaseous state? Gaseous state, atmosphere. Okay. Atmosphere spelling is ATMOSPHERE. 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 Next, fourth question. Change of temperature can be used to change the state of water. True or false? അതായത് ടെമ്പറേച്ചർ ചൂട് കൂടുമ്പോൾ വെള്ളത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. True or false? True. വെള്ളം ചൂടാക്കുമ്പോൾ അത് ഗ്യാസ് ഫോമിലേക്ക് മാറും അല്ലെ, വാട്ടർ വേപ്പർ ആകും. ഓക്കെ, സോ ഇറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The conservation of water into ice on cooling is called dash, and the conservation of ice to water is dash. Is called dash. On dash is called dash. So freezing. Conservation of water into ice on cooling is called freezing. അവിടെ 3 ഡാഷുകളാണ് ഫിഫ്റ്റിനുള്ളത്. ഫസ്റ്റ് ഡാഷ് is freezing. 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 And the conversion of ice to water on dash is called dash. Heating. Ice ne heat cheyyumbol endavunu? Water on heating is called melting. Second dash is heating. HEATING. And third dash is melting. MELTING. Okay, once again listen. In fifth question, for fifth question, 3 dashes are there. First dash is freezing. 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 Second dash is heating.
H-E-A-T-I-N-G. And third dash is melting. Okay. Fifth question is, which evaporates faster? Dash. Hot or which evaporates faster? Hot water or cold water? Either hot water or cold water or bag evaporate cheyunnathu. Hot water. Hot water. So just underline hot water. Next, water evaporates rapidly to form stream when it starts dash. വെള്ളം ഇവാപറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? സ്റ്റീം ആവുന്നത് എപ്പോഴാണ്? സ്ട്രീം വരുന്നത് എപ്പോഴാണ്? when it starts boiling. BOILING, boiling. വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോഴാണ് സ്ട്രീം വരുന്നത്. Next, 8th question. Give one word for water vapor changing to water on cooling. Water vapor. അത് കൂളിംഗ് ആകുന്നതിന് എന്താ പറയുന്നത്? കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ, ബാഷ്പീകരണം. CONDENSATION. കണ്ടൻസേഷൻ. CONDENSATION. കണ്ടൻസേഷൻ. Just 9th one. Water vapor falls. Sorry, water drops fall as rain as soon as water vapor in the clouds condenses to form water. True or false? അതായത് water vapor, water drops fall as rain as soon as the water vapor in the clouds condenses to form water. Cloudsലുള്ള വെള്ളം തണുക്കുമ്പോഴേക്കും അത് റെയിൻ ആയിട്ട് താഴോട്ട് വീഴും. ട്രൂ ആണോ ഫോൾസ് ആണോ? അല്ല, അത് കൂടി 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 വന്നിട്ട് എല്ലാം കൂടി ഹെവി ആയി കഴിയുമ്പോഴാണ് താഴോട്ട് വീഴുന്നത് അല്ലെ? സോ ഇറ്റ് ഈസ് ഫോൾസ്. ആൻസർ ഈസ് ഫോൾസ്. Next 10th question. The water that seeps under the ground does not participate in the water cycle anymore. True or false? അതായത് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന വെള്ളം ഒരിക്കലും വാട്ടർ സൈക്കിളിലേക്ക് പോകുന്നില്ല. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് അല്ലെ? കാരണം അത് പിന്നെ ട്രീസ് വലിച്ചെടുക്കും, അല്ലെങ്കിൽ മണ്ണ് തന്നെ ഇവാപറേറ്റ് ചെയ്യും. മണ്ണിൽ നിന്നും ഇവാപറേഷൻ നടന്നിട്ട് മുകളിലോട്ട് പോകും അല്ലെ? സോ ഫോൾസ് ഇറ്റ് ഈസ്. Answer is false. Next 11th question. In place where the air is polluted, rainwater sometimes contains an acid. True or false? So, അടുത്ത question. Pollution നടക്കുന്ന എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വീഴുന്ന റെയിനില് ചിലപ്പോൾ ആസിഡിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാകാം. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, കാരണം ആ എയറിൽ കൂടിയാണ് റെയിൻ വാട്ടർ താഴോട്ട് വരുന്നത് അല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോൾസ്. നെക്സ്റ്റ്, what is the name given to the level at which groundwater is found? Water table. Water table. Okay, water table. Next 13th one. Groundwater is generally free from suspended impurities. True or false?
സാധാരണ ഗ്രൗണ്ട് വാട്ടർ, കുറച്ച് ആഴത്തിലേക്കുള്ള വെള്ളം, അതായത് കിണറ്റിലൊക്കെ കുറെ ആഴമുള്ള കിണറ്റിലെ വെള്ളം സാധാരണയായിട്ട് ഫ്രം ജെംസിൽ നിന്നും രോഗാണുക്കളിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കും. ആഴത്തിലുള്ള കിണറ്റിലെ വെള്ളം രോഗാണുക്കൾ കുറവായിരിക്കും. ട്രൂ ഓർ ഫോൾസ്? യെസ്, ട്രൂ. അത് മണ്ണിന്റെ അടുക്കുകളിലൂടെ അരിച്ചിറങ്ങുന്നത് കൊണ്ട് രോഗാണുക്കൾ കുറവായിരിക്കും. Next, 14th question. Sea water can or cannot be used for irrigation? Cannot അല്ലേ? Cannot. Okay, cannot. Underline cannot. Sea water irrigation ഉപയോഗിക്കാൻ പറ്റുമോ? കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. Next. Increased soil erosion occurs during a drought. True or false? അതായത് ഡ്രൗട്ടിന്റെ സമയത്ത് സോയിൽ ഇറോഷൻ നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലേ? കാരണം മണ്ണെല്ലാം വിണ്ടു കീറും, ഡ്രൗട്ടാണ്. അപ്പൊ കാറ്റ് വന്ന് മേളിലുള്ള മണ്ണെല്ലാം കാറ്റത്ത് പറന്നു പോകും, അല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് 16th question. Disease can spread during both floods and drought. True or false? ഫ്ലഡിന്റെ സമയത്തും ഡ്രൗട്ടിന്റെ സമയത്തും ഒക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ. ട്രൂ. Next, 17th question. In coastal areas, flooding is mostly caused by dash. Coastal regionിലെ ഫ്ലഡ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? സൈക്ലോൺസ്. കടലിന്റെ ഭാഗം, കടൽ തീരങ്ങളില് സൈക്ലോൺസ്. CYCLONES സൈക്ലോൺസ്. Next, 18th question. You can collect rainwater for later use by rainwater harvesting. റെയിൻവാട്ടർ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഹാർവെസ്റ്റിംഗിലൂടെ, സംഭരണത്തിലൂടെ. ഓക്കെ, so once again I will say the one word answers. Check the whether your answer is correct or not. First one is answer is true. Second one answer is 70. Third one is atmosphere. And the fourth one is true. Fifth one is freezing, heating, melting. Sixth one is hot water. Seventh one is boiling. Eighth one is condensation. Ninth one is false. 10th one is false. 11th one is true. 12th one is water table. 13th one is true. 14th one is cannot. 15th one is true. 16th one is true. 17th one cyclones. And 18th one is harvesting. Okay, is all answers correct? കറക്റ്റ് ആൻസറിൽ രണ്ടാമത്തെ എന്താ? ഏതാ? കറക്റ്റ് ആൻസറിൽ 2 മുതൽ 6 വരെയുള്ള എന്ന് പറഞ്ഞില്ല. ഫസ്റ്റ് വൺ അതന്നെ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ അല്ലേ? ഓക്കെ, വൺസ് അഗൈൻ അതും പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ബി ആണ് ആൻസർ, about 3/4. Second one also is B is the answer, water to water vapor. Miss 18th. ഇവിടെ 18th ഒന്നും അല്ല. ഇപ്പൊ ഞാനിപ്പോ എല്ലാം കൂടെ ഒന്നിച്ച് ചോദിക്കട്ടെ, ഇത്ര നേരം പറഞ്ഞില്ലേ, ഇനിയിപ്പോ ആദ്യം പറയുകയാണ്. ആദ്യത്തെ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ളതിലാണ് പറയുന്നത്, അത് ശ്രദ്ധിച്ചെടുത്ത് ഇവിടുന്ന് കൂടെ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണിന്റെ ഇതില് ബി ഈസ് ദി ആൻസർ. സെക്കൻഡ് വണ് about 3/4. സെക്കൻഡ് വണ്ണിലും ബി ആണ് ആൻസർ, വാട്ടർ ടു വാട്ടർ വേപ്പർ. ആൻഡ് തേർഡ് വണ് rain water, A is the answer. And the fourth one D, last one ആണ് all of this എന്നുള്ളതാണ് ആൻസർ.
Next, fifth one, A is the answer. Level of groundwater. Sixth one, both B and C nolladana. D an answer last. Next, ആറാമത്തെ ഒന്നുകൂടി പറഞ്ഞുതരും ആറാമത്തെ. ആറാമത്തത് ലാസ്റ്റത്തെ ആൻസർ B and C എന്നുള്ളത്. D ലാസ്റ്റത്തെ ആൻസർ. Both B and C. Okay. Seventh one, high salt content. C is the answer. മൂന്നാമത്തെ ആൻസർ ഇതിനകത്ത്. 7ന്റെ C ആണ്. Next, 8th one, rain water. B, surface water. Next, 9th one, dissolved salt. Sorry, dissolved gas ആണ്. B. Okay. ഇനി ശ്രീ വിഷ്ണു ചോദിച്ചാൽ 18th one's answer is harvesting. Okay. The question answers Miss will send in the WhatsApp group. Okay, only 2 more minutes are left. We will wind up the class. Afternoon, 1 more period is there, isn't it? Okay, we will see there. Okay, bye-bye.